തങ്കമ്മ ചേച്ചി കഴിച്ചായിരുന്നോ? പിന്നെ ഇത് ആർക്ക് കെട്ടിക്കൊണ്ടുപോവാ? അച്ചായനെ കുറച്ചെടുത്തതാ. നിങ്ങളെടുത്ത് വെപ്പാരനല്ലേ? അല്ലാണ്ട് ഞങ്ങൾക്ക് ഇട്ട് വെക്കാൻ വന്നില്ലല്ലോ. ഇനി 19 പേര് കഴിക്കാനുണ്ട്. ഇവിടുന്ന് കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ എല്ലാരും ഉണ്ടല്ലോ. അപ്പന്റെ പഴയകാല സുഹൃത്തുക്കളും അമ്മായിമാരും എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ. അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാരും ഒന്ന് സഹകരിച്ചേ. ചേച്ചി മതി യാത്ര പറഞ്ഞത്. അമ്മായിപ്പച്ച അങ്ങോട്ടൊന്ന് ഇരുന്നേ. ആ വാഴ കാണിച്ചേരെ. എന്ത് പുണ്യം ചെയ്തിട്ടല്ലേ ഇങ്ങനെ ഒരു മോനെ കിട്ടിയത്? പുണ്യം ചെയ്തിട്ടാണല്ലോ അങ്ങേര് വെള്ളം ഇറങ്ങാതെ കിടക്കണേ. പിന്നെ എന്റെ വെണ്ണമ്മയുടെ തപ്പുകാലത്ത് ഏക സ്ഥലം ഇതാ അപ്പച്ചന്റെ കുഞ്ഞുമോള്. കണ്ടോ എങ്ങനെയുണ്ട് ഐഡിയ? കഴിച്ചായിരുന്നോ? തങ്കച്ചോ, ഓ അപ്പച്ചനും സുഖം തന്നെയല്ലേ? പിന്നെ വാ കേറി വാളിയാ. സാബു, ഇവിടെ രണ്ടുതരത്തിലുള്ള ഇറച്ചികളുമുണ്ടോ? നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയമുണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ നല്ല സീറ്റിംഗ്. ഞാൻ പോയി, നിനക്ക് കിട്ടൂല. പാപ്പത്തിനെ കളിയാക്കി കുറ്റം പറയണോക്കും വേണ്ടി മാത്രം സ്പെഷ്യലായിട്ടൊരു ഐറ്റം വിളമ്പുണ്ട്. ഞാൻ എപ്പോഴും കുറ്റം പറയും. അതുകൊണ്ട് എനിക്ക് 3 പ്രാവശ്യം കിട്ടി. അങ്ങനെ ഒരു കളിയുണ്ട്. പറയേണ്ടത് ഇത് മതി പോയെ. ചേട്ടാ നോക്കി വിളമ്പണേ. എടാ എന്റെ നീ ഇത് ആർക്കൊക്കെ വിളമ്പുന്നു? ഇത് തീരാറായല്ലോ. ഇനി ആ വെല്ലു വിളിച്ചവരൊക്കെ വരാൻ കിടക്കുന്നു. അവർക്ക് എന്ത് കൊടുക്കും? അശനെ ആ സേവിയറേയും കുളവാക്കിയതാ. എടോ വന്നേ. ഇതുപോലെ കായം കുറുകിട്ട് കൂട്ടാൻ പറ്റുമോ? നല്ല രുചിയായിരിക്കും. എടോ ഇതിന്റെ അളവ് കൂട്ടാൻ പറ്റുമോ? അങ്ങനെയും കൂട്ടാൻ പറ്റുമോ? കുഴി മാന്നിട്ട് കുറച്ച് എല്ലാം എടുത്തിട്ട് എല്ലാം കപ്പ വെക്കായിരുന്നു. ഈ നാറുകൾ മാറിയല്ലേ അതും പറ്റുള്ളൂ. എടാ തിന്നുമ്പോ വീഡിയോ എടുക്കുന്നൊക്കെ പഴയ പരിപാടിയാണ്. നീയൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ? ചേട്ടാ അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? എപ്പോ ഞാൻ നേരത്തെ ബീഫ് കഴിച്ചായിരുന്നു? നല്ല ആഗ്രഹമായിട്ട് ഇപ്പൊ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. കിട്ടണ്ടേ ഇടയ്ക്കേ ഉള്ളൂ. നല്ല ഉഗ്രൻ ടേസ്റ്റാ. എടാ ആരപ്പോ എല്ലാവർക്കും ബീഫ് കൊടുടാ. ഭാര്യ കോഴി കൊടു. അതെ, വൈകിയല്ലേ വരാന്? തങ്കച്ചനപ്പുറത്തില്ലേ? വെള്ളം കുറവല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ കൊടുക്കാം. രണ്ടുപേരും സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുക. ഉഗ്രം ബീഫാ. കഴിക്കും. കുഴച്ചങ്ങോട്ട് പിടി. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് അതുപോലെ അങ്ങോട്ട് കഴിക്കേ. അപ്പനീ കാണിച്ചതേ ഭയങ്കര മോശമായി പോയി. എനിക്കറിയാം. ഈഗോ ശരിക്കും അഭിമാനിക്കുമല്ലേ വേണ്ടത് അല്ലേ? പെരുന്തച്ഛന്റെ ഈഗോയാ. അതെ, അവിടെ പോയി പറ അഭിമാനിക്കാൻ. ഒരു പെരുന്തച്ഛനും മോനും. ഞാൻ പോട്ടെ മോളെ, അവിടെ ആ പോളി വരുന്നുണ്ട്. ഏത് പോളി? ആ വക്കീലിനെ അറിയോ? അതിന് അമ്മച്ചിക്ക് എന്താ? എന്നാ നീയും കൂടെ പോര്. എന്നെ കൊണ്ടൊന്നും ഇവനാ പോളിയോടുള്ള ദേഷ്യം ഇതുവരെ തീർന്നില്ലേ? പോളി അവന്റെ അടുപ്പ്. പാപ്പച്ചന് ഇവിടെ ഇല്ലേ? ഇല്ല, സാറുമാര് കയറിയിരിക്കും. വളമാൻ വേറെ ആളുണ്ടോ? സാറേ ഓട്ടോ അവിടെ ഉണ്ട്. ഇവരെന്നെ റോഡ് പോകണം. രണ്ടെണ്ണം വിട്ടിട്ട് കഴിക്കാനായിരിക്കും. ചോദിച്ചു നോക്കിയാലോ? സാറേ ഞാൻ വെപ്പുകാരനാ. ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളേ. സാറേ എടുത്തോ. എന്താണ് ചേട്ടാ ആകെ പ്രശ്നമായി. വീട്ടിൽ നിറച്ച ഫോറസ്റ്റുകാരാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. പിന്നെ നമ്മുടെ തങ്കച്ചേട്ടന്റെ ഓട്ടോ അവർ കൊണ്ടുപോയി. വണ്ടി മാറ്റി. വണ്ടി മാത്രമല്ല, ആശാൻ എങ്ങോട്ടേലൊക്കെ മാറിക്കും. അവര് പിടിച്ചാൽ നല്ല ഇടി ഇടിക്കും. പിന്നെ ഇടിയോളാൻ ഞാൻ നിൽക്കാം. ഇത് പിടിച്ച് സെക്കൻഡ് പോയാൽ മതി. നേരെ രജിയുടെ കർഷടിക്കായിരിക്കും. അല്ലെങ്കിൽ വേണ്ട, നേരെ പള്ളിപ്പുറമെ കൊണ്ടിട്ട് എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും. സൂക്ഷിക്കണം. ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാൻ വയ്യ. ആശാനെ അനുഗ്രഹിക്കണം. ഇത് മാറിക്ക്. അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം. പള്ളി പോയേ ഉള്ളൂ. അപ്പോഴത്തേക്കും പണിയൊന്നുമില്ല കർത്താവ്.
എന്തോരം പൊടിയാവും പൊടിഞ്ഞു വെച്ചിട്ട്. ബെനി, എടാ ബെനി, ഇവന് ഇത് എവിടെ പോയി കിടക്കും? ബെനി, പേടിക്കണ്ട, ഞാൻ സിസിലി. ബെന്നില്ലേ ഇവിടെ? ബെന്നിച്ചിന് ഇവിടെ ഇല്ലല്ലോ. വൈകുന്നേരം തങ്കച്ചൻ ചേട്ടന്റെ ഓട്ടോയിൽ കയറി പോണ കണ്ടതാ. അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ. ഓ, എന്തേലും പ്രശ്നമുണ്ടോ? ആ ചെറിയൊരു അല്ലല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ ആരുമില്ലേ? സാറേ, അടുപ്പയിലോട്ടൊന്നും കയറാൻ നേരമായിട്ടില്ല. ആ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. എടീ, ഞാനിപ്പോ ഇങ്ങ് വരും. നീ വാലടിച്ചു കിടന്നോ. കീഴടങ്ങാൻ പാപ്പച്ചന് പേടിയുണ്ടായിട്ടല്ലേ? അതിന് ഈ 3 ഫോറസ്റ്റുകാർ പോരാ. ആ നാരിയുടെ കൂടെ കൂടി നടന്ന് കൊടുക്കാൻ കിട്ടിയില്ലോ പണി. ഒരു നായാട്ടുകാരൻ. അതെങ്ങനാ? അപ്പനേക്കാളും വലിയ ആളല്ലേ അവൻ. ഒരു വേട്ടക്കാരൻ. അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം. അങ്ങനെ മാറിയേക്ക്. കാശ് വല്ലതും ഉണ്ടോ കയ്യില്? ആ, എന്നാ ഇത് വെച്ചോ. അല്ലേലും ജയിലിൽ കിടക്കണം. എന്ത് ശമ്പളം കിട്ടാൻ? ഉണ്ട കിട്ടും. കോടതി പോകില്ലെങ്കിലും മൂത്ത മരുമ വക്കീലായത് നന്നായി. മാതാവേ കാത്തോ. പോയോ? എന്നാ? അല്ല, അപ്പച്ചൻ പോയോ? വക്കീല് മരുമോനെ കണ്ടിട്ട് വരും. ഇനി വരൂ. ബെന്നിച്ചിനെങ്ങാനും അവർ ഉപദ്രവിക്കുവോ? ഏയ്, എന്നാത്തിന്? അതാണ് ഈ ഫോറസ്റ്റേഴ്സിന്റെ പ്രത്യേകത. ഭയങ്കര രസമാണ്. എനിക്ക് എത്ര കേസുള്ളതാ. അല്ല, ഈ വീട്ടിൽ സാരിയാണ് കൊടുക്കാറുള്ളത്. ഇന്നലെ പക്ഷേ ഒന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? ഞാനല്ലേ പറയണത്, ഒന്ന് സ്പർശിക്ക പോലും. സാറേ, അല്ലല്ലേ സാറേ, എന്റെ വിസ റെഡി. പിന്നെ ഇതൊക്കെ ഒരു ദൈവനിയോഗമെന്ന് എനിക്ക് തോന്നുന്നത്. ഏത്? അല്ല, ഞാൻ കാട്ടിക്കറി ഒരു പോത്തിനെ വീഴ്ത്താനും ആ കേസിൽ 2ാം പ്രതിയായി എന്റെ പഴയ കാമുകിയുടെ ഭർത്താവ് വരാനും ആ ഭർത്താവ് എന്റെ കൂട്ടുകാരനായി മാറണം അല്ലേ? കൂട്ടുകാരനായോണ്ടാ 2ാം പ്രതി ആയത്. ബെന്നിച്ച നല്ലവനാ, ഒരിക്കലും ഒറ്റ കൊടുക്കില്ലേ. പാട്ടനാരിൽ ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ. പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റവും ഇല്ല. പണ്ടും ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ. സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ അത്, ഉടായ്പേ. ഗൾഫുകാരനെയും കെട്ടി ആവാലോ. ഗൾഫുകാരനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നും അല്ല. ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത്? ഞാനാ? അത് ഞാനാ. കാര്യം പറഞ്ഞു വരുമ്പോ ഇത് കാക്കിയ, പക്ഷെ പോലീസല്ല. അപ്പൊ എങ്ങനെയാ മാത്രം ചേട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ? മുതലും പണ്ടവും വാങ്ങിയുള്ള പെണ്ണുകെട്ടലും നല്ല ഏർപ്പാടല്ല. ഇട്ട വടിയാണെങ്കിലും ഞങ്ങൾക്ക് സമ്മതം അല്ലേ കറിയേ? പിന്നല്ലാതെ മാത്തച്ചായന്റെ കൊച്ചന് എന്നായാലും ആ ഒരു നാണക്കേട് വേണ്ട.
ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ? പിന്നല്ലാതെ പുതിയ കാലമല്ലേ, ഉണ്ടാവില്ലേ? എന്നാ കാര്യത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ കാരണവന്മാര് തീരുമാനിക്കും. പള്ളി കയറ്റി കെട്ട് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുകയോ പറയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. അല്ല കറിയേ? പിന്നല്ലാതെ. ആ അതാണ് തറവാടിത്തം. നോമ്പ് കഴിഞ്ഞ് ആദ്യ ഞായറാഴ്ച കെട്ട്. ഓ ആയിക്കോട്ടെ, എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് അല്ലയോ? ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ. അപ്പൊ എന്നാ പിന്നെ ഇറങ്ങാം. ഓ ആവട്ടെ. അപ്പൊ ശരി. നീ ഇനി എന്നാ കാണാനിരിക്കുക? പടാ എരി മുന്നല് കണ്ട പോലെ ഇരിക്കുക. ഇതെന്നാടാ തിരിച്ചു വരാതെ? അപ്പൊ ആ സൂത്രം പറഞ്ഞില്ലേ? ഇനി വല്ല മരത്തിലാണ് കുടുങ്ങിയത്? എനിക്ക് മരത്തിക്കാരൊന്നും അറിയില്ലട്ടോ. നിനക്ക് ഇതിനെ പറ്റി വലിയ പിടിയൊന്നും ഇല്ലല്ലേ? സോറി, ഒട്ടും അറിയില്ലല്ലേ? നേരെയാണ് വൈറലാവാൻ വേണ്ടിയുള്ള ഒരേ പണി. ആ ചെമ്പത്ത് പെയിന്റ് കമ്പനിയുടെ പരസ്യം പോലെയുണ്ട്. ഒരു മിനിറ്റ്. അതെ, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു 19 കോഴി വർക്കാണ്. ഹലോ പറയിച്ചാ? അതെ മട്ടനാ. നീ നോക്കിയോ മോനെ, ഈ വർക്ക് കൂടി നമ്മുടെ രക്ഷപ്പെടും. എടോ മട്ടൻ ബിരിയാണി പിന്നെ മട്ടനല്ല ചിക്കൻ ഇടാൻ പറ്റും. ഇല്ല ചേട്ടൻ പിടിച്ചോ, ചേട്ടൻ കേറിയല്ലേ. ഞാൻ സേഫാണ്. ആ ഞാനിവിടെ ഇപ്പോഴത്തെ പിള്ളേരുടെ തൂക്കേണ്ടല്ലോ. എന്നാ അത്? സേവ് ദ ലൈറ്റ് അത് എടുത്തോണ്ടിരിക്കുക. നമ്മളെന്താ പറഞ്ഞു നിർത്തിയേ? മട്ടൻ തള്ളലടാ, മട്ടൻ ബിരിയാണി തന്നെയാ. വന്ന് എണ്ണുമ്പോ അറിയാം. അയ്യോ അതല്ല, ഈ ചെമ്പൊന്ന് തള്ളി തരുമോന്ന്. പിന്നെ 6500 രൂപയുടെ ബ്രിക്കിംഗ് ഷോ കൊണ്ട് ഞാൻ ചെമ്പ് വെള്ളം പോകല്ലേ. നീക്ക് തന്നെ തള്ളിയാ മതി. എടാ ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ. ആ പാപ്പച്ചന്റെ വീട്ടിൽ ആദ്യ കുർബാനയുടെ വീഡിയോ നീയല്ലേ കവർ ചെയ്ത്? അതെ സാർ, ഷൂട്ട് ആൻഡ് ഷോട്ട് DOP കൽപ്പലമുച്ചൻ അലി അക്ബർ. എന്താണ് സാർ? എന്റെ പൊന്ന് ഫോറസ്റ്റുകാര്, നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ എത്ര പേരെ കിട്ടും? ഇന്നെ കൊച്ചിന് സേവ് ദ ലൈറ്റാ, അവരുടെ ഫോട്ടോ എടുക്കട്ടെ. അങ്ങ് മാറിക്കിടും. എന്താ ചേട്ടൊന്നും മിണ്ടാത്തെ? ഇവനെ കിട്ടാൻ 2 ദിവസം എടുക്കും. നിങ്ങൾ വേണമെങ്കിൽ വേറെ എവിടേക്കാ പോകുന്നെ? ശ്ശോ, അയ്യോ, പതുക്കെ ഇരിക്ക്. പിടിക്ക്, കൊല്ലൂല കർത്താവേ. ഞാനാ പറയണ്ടത്, നീയാണ് എന്നെ വിട്ടുകൊല്ലാൻ പോണത്. ശ്ശോ, പപ്പാ. അയ്യോ, ഇതാരാ? ആവശ്യമില്ല നിനക്ക് കയറി പിടിക്കാൻ. ഇതല്ലേടാ നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത്? സാർ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ടാ പോലെ. അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടോ? ഒന്ന് അനങ്ങി വാടോ. ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓരോരുത്തരെയും നോക്കി കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞേ. ശരി സാർ, ഇത് തൊഴിലുറപ്പിന് പോണ തങ്കമ്മയാ. സാറിന് നന്നായിട്ട് അറിയാം ഇല്ലേ സാറേ? അയാൾ ആരാണെന്ന് പറയണോ? ഇവനേതാള്? ഇത് പാപ്പച്ചന്റെ. ഇയാളാണ് സാർ, ഇയാൾ കാരണമാണ് ഈ വേട്ടാവാളിനെ വേണ്ടി 100 വട്ടം പറഞ്ഞ ഇത് കൗട്ടവേഷനം. ഇയാൾ സമ്മതിച്ചില്ല. അല്ലടാ ഇതാരാ? ഇതാ പാപ്പച്ചന്റെ അറിയുന്ന സാറേ. നല്ല മനുഷ്യനേണ്ടാ. ഫോട്ടോ ചോദിച്ചാൽ കൂടെ വാ, ഞാൻ മാലയിട്ട് തരാം. എന്നിട്ട് പേപ്പറിൽ കൊടുത്തു നിന്റെ അപ്പന്റെ ഫോട്ടോ. സാറേ കൊച്ചിന്റെ ക്ലോസ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ ഇറച്ചി കഴിച്ചവരെ ലിസ്റ്റ് എടുക്കായിരുന്നു സാർ. തിന്നവനെയും ഉണ്ടാക്കിയവനെയും വാങ്ങിയവനെയും ഒക്കെ പൊക്കിക്കോ, ഒരെണ്ണത്തിന് വിടരുത്. അല്ല സാറേ, ഈ മെനസറി ഇല്ലാതെ എന്ത് മെനസറി? എടോ, കുറ്റമാണ് ചെയ്യുന്നതെന്നറിയാതെ ചെയ്യുന്ന കുറ്റം ചെയ്യൽ. മനസ്സിലായില്ല. അന്ന് കാട്ടുപോത്തിന്റെ ഇറച്ചിയാണെന്ന് അറിയാതെയാണല്ലോ അവര് കഴിച്ചത്. എന്നാ പറഞ്ഞേ? വലിയൊരു സംഭവം. 1-ാം പ്രതി എന്തായാലും നാട് വിട്ടൊന്നും പോയിട്ടില്ല. ഒക്കെ പാനിക് ആയിട്ടുണ്ട്. മെനസറി നോക്കാണ്ട് ഇവന്മാരെ കൊണ്ട് തന്നെ അവനെ പുറത്ത് ചാടിക്കാൻ നോക്കും. യെസ് സാർ. കാപ്പി ചുക്കാപ്പിയാ സാറേ? വേണ്ട. അപ്പൊ ഈ സാർ എടുത്തല്ലോ. പാപ്പച്ചൻ ചേട്ടനെ നോക്കിയിരിക്കുവാണെങ്കിൽ ഇവിടെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ. 2 ദിവസം ഇവിടുന്ന് പോയിട്ട്. ഇനി പദവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞോടും.
ഇവിടെ ഒരു സാധനമില്ല സാറേ. എക്സ്ക്യൂസ് മീ, പോയി ആളെന്തിടും ഇവിടെ ഒന്നുമില്ല സാറേ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. സോറി സാർ. അവൻ വരുമ്പോ പറഞ്ഞേക്ക്, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. ആ, എനിക്കും കുറച്ച് പറയാനുണ്ട്, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ വരുന്നുണ്ട് DFOനെ കാണാൻ വേണ്ടിട്ട്. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചേട്ടാ ഏതൊക്കെ ഐസ്ക്രീമാ ഉള്ളേ? കോണുണ്ട്, കപ്പുണ്ട്, മാങ്കവാറുണ്ട്. എങ്ങോട്ട് സാറേ? സ്റ്റേഷനിലോട്ട്. പെരുന്നാളും പിടിക്കണം കഴിഞ്ഞു. സ്റ്റേഷനിൽ പോയി നടത്താന്ന് സാറേ എല്ലാരും കിട്ടിയോ? നീ നടക്കണം. ഇവിടെ നേർച്ചയിട്ട് തുടങ്ങാന്ന് വെച്ചാ കേറാ അങ്ങോട്ട്. അങ്ങോട്ട് കേറാ. പാപ്പത്തിന് വിടറാ. റെഡിയാണല്ലോ, ഓക്കെ ആണല്ലോ. കേരളത്തിലെ മലയോര മേഖല ഞെട്ടിച്ച മാമലക്കുന്ന് നായാട്ട് കേസ് ഉത്തരം കിട്ടാതെ ഇരുട്ടിൽ തപ്പുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പ്രതിയെക്കുറിച്ചുള്ള ഏതൊരു വിവരവും ഫോറസ്റ്റിന് ലഭിച്ചിട്ടില്ല. നീ കൊണ്ട് കൊടുക്ക്. ഏതോടെ ഈ സാധനം? ഒന്നും ഇവിടെ മാമലക്കുന്നിലെ മുകേഷ് കുമാർ, മറ്റവൻ ചായക്കടക്കാരൻ പൈലിയുടെ ചെറുക്കനാ. മര്യാദക്ക് ചായ അടിച്ചോണ്ടിരുന്നവനാ. ഇപ്പൊ അവന്റെ ഛായാഗ്രഹണകൻ. ഈ വാച്ചറുടെ കയ്യിലേ അന്ന് ആ പാപ്പച്ചന്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്. ഉണ്ട് സാർ. അതെനിക്ക് തരണം സാർ. ഞാൻ ടെലികാസ്റ്റ് സാർ. ഉത്സാഹം മീഡിയ. അതിനല്ല, അതിനകത്തേ തന്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ടെലികാസ്റ്റ് ചെയ്യാൻ. കേട്ടല്ലേ?